വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് കുറച്ച് കറണ്ട് അഫയേഴ്സ് നോക്കാം കേട്ടോ. ഇപ്പോ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ് എല്ലാതും ഡീറ്റെയിൽഡ് ആയിട്ടല്ല, ചില ചോദ്യങ്ങൾ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ആൻസർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കറണ്ട് അഫയേഴ്സ് പഠിച്ചു പോണേ കേട്ടോ. ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച പ്രഥമ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി എവിടെയാണ് അടുത്തിടെ സർവമത സമ്മേളനം നടന്നത്? എവിടെയാ നടന്നേ? വത്തിക്കാനിലാണ് നടന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആശീർവാദത്തോടെയാണ് വത്തിക്കാനിലെ സർവമത സമ്മേളനത്തിന് തുടക്കമായത്. 15 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ഈ സർവമത സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. വത്തിക്കാനിലെ സർവമത സമ്മേളനത്തിന്റെ സ്മരണയ്ക്കായി ശിവഗിരിയിൽ സർവമത ആരാധനാ കേന്ദ്രം കൂടെ സ്ഥാപിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു രചിച്ച ദൈവശതകം എന്ന് പറയുന്ന കൃതിയുണ്ടല്ലോ, വിവിധ ഭാഷകളിലേക്ക് മൊഴിമാറ്റി പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. ഇതിന്റെ പരിണിത ഫലമായിട്ട് 2 കാര്യങ്ങൾ ഇന്ത്യ നടത്തുകയാണ്. വാദിക്കാനും ജയിക്കാനുമല്ല, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ, വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. എന്താണ് ഈ സംഭവം എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ശ്രീനാരായണ ഗുരു 1924 മാർച്ച് 20, 21 തീയതികളിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചത്. ഏഷ്യയിലെ ആദ്യത്തേതും ലോകത്തിലെ രണ്ടാമത്തേതുമായിരുന്നു ആ സർവമത സമ്മേളനം. അപ്പൊ ലോകത്തെ ആദ്യത്തെ സർവമത സമ്മേളനം നമുക്കറിയാലോ, 1893 സെപ്റ്റംബറിൽ ഷിക്കാഗോയിലാണ് ലോകത്തിലെ ആദ്യത്തെ സർവമത സമ്മേളനം നടന്നത്. സ്വാമി വിവേകാനന്ദന്റെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗവും ഈ സർവമത സമ്മേളനത്തിന്റെ ഭാഗമായിരുന്നു. അടുത്ത ചോദ്യം, ബംഗ്ലാദേശിന്റെ കറൻസിയിൽ നിന്ന് ആരുടെ ചിത്രമാണ് അടുത്തിടെ ഒഴിവാക്കപ്പെട്ടത്? ആരുടെ ചിത്രം മാറ്റിയേ? ബംഗബന്ധു ഷെയ്ഖ് മുജീബുൽ റഹ്മാന്റെ ചിത്രം മാറ്റി. പിന്നെ ആരുടെ പടം കൊണ്ടുവന്നു? ഇപ്പൊ എന്തൊക്കെയാ കാര്യങ്ങൾ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവ്, ആദ്യ പ്രസിഡന്റ്, മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പിതാവുമാണ് ബംഗബന്ധു ഷെയ്ഖ് മുജീബുൽ റഹ്മാൻ. അദ്ദേഹത്തിന്റെ ചിത്രം ഒഴിവാക്കി 20, 100, 500, 1000 ഒക്കെ ഉള്ള ടാക്ക നോട്ടുകൾ, ബംഗ്ലാദേശിന്റെ കറൻസിയുടെ പേരാണ് ടാക്ക നോട്ടുകൾ ബംഗ്ലാദേശ് കേന്ദ്ര ബാങ്ക് അച്ചടിച്ചു തുടങ്ങി. ഈ നോട്ടുകൾ 6 മാസത്തിനുള്ളിൽ വിപണിയിലെത്തുന്ന പറയണേ. ഘട്ടം ഘട്ടമായി മറ്റു നോട്ടുകളും പുതുക്കും. ഷെയ്ഖ് ഹസീന അധികാരത്തിൽ നിന്ന് പുറത്തായതിനു ശേഷം വന്ന ഇടക്കാല സർക്കാരിൻ്റെതാണ് പുതിയ തീരുമാനം കേട്ടോ. ഹസീനയുടെ പുറത്താക്കലിനോട് അനുബന്ധിച്ച് ജൂലൈ വിപ്ലവത്തിന്റെ ചിത്രങ്ങള്, ആരാധനാലയങ്ങളുടെയും തദ്ദേശീയ ചടങ്ങുകളുടെയും ഉൾപ്പെടെയുള്ള ചിത്രങ്ങളൊക്കെയാണ് പുതിയ നോട്ടുകളിൽ ഉണ്ടാവുക എന്നാ പറയണേ. ഓഗസ്റ്റ് 8 മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ എവിടെ? ബംഗ്ലാദേശില് അധികാരത്തിൽ വന്നത്. ഇത്രയും കാര്യം അത് ഓർക്കുക. അടുത്തത് 2024 രാജ്യത്തെ മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്ത കേരളത്തിലെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? അതാണ് ചോദ്യം. പോലീസ് സ്റ്റേഷന്റെ പേര് ആലത്തൂർ പോലീസ് സ്റ്റേഷൻ എന്നാണ്. പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം വിലയിരുത്താനായി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സംഘമൊക്കെ ആലത്തൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗുജറാത്തിലെ ഇച്ചാപൂർ, ഒഡീഷയിലെ പട്ടാപൂർ, ജാർഖണ്ഡിലെ നിമിയാഗഡ്, ഡൽഹിയിലെ ഡബ്രി, ഇത്തരം പോലീസ് സ്റ്റേഷനുകളാണ് ആദ്യ 4 പൊസിഷനിൽ എത്തിയത്. അപ്പോ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം 10 പോലീസ് സ്റ്റേഷനുകളെയാണ് തെരഞ്ഞെടുക്കുക. അതില് കേരളത്തിൽ നിന്ന് പാലക്കാട് ജില്ലയിലെ പോലീസ് സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. അതിന് എത്രാമത്തെ സ്ഥാനം എന്നാ പറഞ്ഞേ? 5ാമത്തെ സ്ഥാനം. ഇപ്പൊ 5ാമത്തെ സ്ഥാനത്തിന് ഇത്ര വലിയ പ്രാധാന്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ആ കൂടെ ഒരെണ്ണല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടൊന്ന് നോക്കി വെക്കുന്നുണ്ടാവും കേട്ടോ. 2024 സയ്യിദ് മോദി ബാഡ്മിന്റൺ സൂപ്പർ സീരീസ് 300 ടൂർണമെന്റില് വനിതാ സിംഗിൾസ് കിരീടം ആരാ നേടിയെന്ന് ചോദിച്ചാൽ PV സിന്ധു ആണ് നേടിയത്. ചൈനയുടെ ലുവോ യുയുവിനെയാണ് അവര് തോൽപ്പിച്ചത്. അതുപോലെ തന്നെ 2024 ജൂനിയർ ഏഷ്യ കപ്പ് ഫൈനല് ഇന്ത്യ നേടുകയുണ്ടായി. ഏത് ടീമിനെ തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം നേടിയത് എന്ന് ഓർക്കുക. അത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നീ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ICCയുടെ പുതിയ അധ്യക്ഷനായിട്ട് തെരഞ്ഞെടുത്തു. ആരെ? ജയ്ഷാ, അദ്ദേഹത്തെയാണ് തെരഞ്ഞെടുത്തത്. ആരൊക്കെയാണ് മുൻപ് ICCയുടെ അധ്യക്ഷന്മാരായിരുന്നത് എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് കൊണ്ട് ഈ ക്ലാസ്സിൽ ഞാൻ പിന്നെ അത് വീണ്ടും പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. ഇനി അടുത്തത്, കണ്ണുകൾ മൂടി കെട്ടാത്ത വിധത്തിലുള്ള നീതി ദേവതയുടെ പ്രതിമ സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ്?
സുപ്രീം കോടതി ജഡ്ജിമാരുടെ ലൈബ്രറിയിലാണ് കണ്ണുകൾ തുറന്ന ഇടത് കൈയിൽ വാളിന് പകരം ഭരണഘടന ഏന്തിയ പുതിയ നീതി ദേവതയുടെ പ്രതിമ. വലത് കൈയില് തുലാസിന് മാറ്റമൊന്നുമില്ല. രാജ്യത്തെ നിയമത്തിന് അന്ധതയില്ല എന്ന സന്ദേശമാണ് നീതി ദേവതയുടെ കണ്ണുകൾ തുറന്നു വെക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. ചിലപ്പോ അങ്ങനെയും ചോദിക്കാം, രാജ്യത്തിലെ നിയമത്തിന് അന്ധതയില്ല, അതാണ് അതിന്റെ മീനിങ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് നിയമങ്ങളിൽ സർക്കാർ നടപ്പാക്കുന്ന കാലോചിത പരിഷ്കാരത്തിന്റെ ഭാഗമായി അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡിന്റെ നിർദ്ദേശപ്രകാരമാണ് നീതി ദേവതയെ പുനരവതരിപ്പിച്ചത്. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കാം ട്ടോ. അടുത്തത്, ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ട് അധിഷ്ഠിത സ്വയം പ്രവർത്തിക്കുന്ന ഇൻഡോർ എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സൗകര്യം ആരംഭിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്ത്. ഇനി ഏത് രാജ്യവുമായി ഇന്ത്യയുടെ അതിർത്തിയിലെ പെട്രോളിംഗ് പുനരാരംഭിക്കാനാണ് അടുത്തിടെ ധാരണയായത് എന്ന് ചോദിക്കാം. ചൈനയാണ് കേട്ടോ. ആരുമായിട്ടുള്ളതാണ്? ചൈനയുടെയാണ് ധാരണയായത്. അടുത്തത്, കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലാണ് ഇരു രാജ്യങ്ങളും പെട്രോളിംഗ് നടത്തുക. അപ്പൊ അത് ഒന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ് ആരാണ്? ലുവോങ് കുവോങ്. ആരാണ്? ലുവോങ് കുവോങ് ആണ് വിയറ്റ്നാമിന്റെ പുതിയ പ്രസിഡന്റ്. പുതിയ പ്രസിഡന്റുമാരൊക്കെ വരുമ്പോ ഡിഗ്രി ലെവൽ അല്ലെങ്കിൽ 10th മെയിൻസ് പോലുള്ളതിനൊക്കെ ചോദിച്ചു കൂടായിക്കില്ല. അപ്പൊ അതൊന്ന് നോക്കി വെക്കണം കേട്ടോ. ഇനി അടുത്തത്, രാജ്യത്ത് ജയിലുകളുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഒരു പുതിയ ഉത്തരവ് കൊണ്ടുവന്നു. എന്താണ് ആ ഉത്തരവ് എന്നാ ചോദിച്ചാണ്. അതായത് ജയിലുകളില് ജാതി അടിസ്ഥാനമാക്കി തൊഴിൽ ചെയ്യിക്കുന്നത് നിർത്തലാക്കുക. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്. ജയിൽ രജിസ്റ്ററിൽ ജാതിക്കോളം ഒഴിവാക്കുക. ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ വെച്ചാൽ ചില ജയിലുകളിലെ തൂപ്പുജോലി പോലുള്ളത് പിന്നോക്ക ജാതിക്കാർക്കും അതുപോലെ തന്നെ പാചകം പോലുള്ളവ ഉയർന്ന ജാതിക്കാർക്ക് നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധിക്കുകയാണ് കേട്ടോ. ഇനി അടുത്തത്, വികസന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ബ്രിക്സ്. നമുക്കറിയാം 2024 ബ്രിക്സ് ഉച്ചകോടി നടക്കുകയുണ്ടായി. എവിടെ നടന്നു എന്ന് നമ്മൾ പഠിക്കുക. റഷ്യൻ നഗരമായ കസാനിലാണ് ഉച്ചകോടി നടന്നത്. എത്രാമത്തെ ഉച്ചകോടിയാന്ന് ഓർക്കണം? 16ാമത്തെ ഉച്ചകോടിയാണ്. അതും ഓർക്കാം. അതിന്റെ പ്രമേയം എന്താണെന്നും കൂടി ഓർത്തു വെക്കുക. ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക. അതാണ് ആഗോള വികസനത്തിനും സുരക്ഷയ്ക്കുമായി ബഹുമുഖവാദം ശക്തിപ്പെടുത്തുക എന്നതാണ് പ്രമേയം. ഏത് പ്രമേയം? ബ്രിക്സ് 2024 16ാമത്തെ ബ്രിക്സിന്റെ പ്രമേയം. അടുത്തത്, ദേശീയ വനിതാ കമ്മീഷന്റെ പുതിയ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രഹത്കാർ ആണ്. വനിതാ കമ്മീഷന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ പറയാണ്. രേഖ ശർമ്മയുടെ പിൻഗാമിയായിട്ടാണ് ഇവരെ നിയമിച്ചത്. അടുത്തത്, അടുത്തിടെ പ്രവർത്തനം ആരംഭിച്ച റവന്യൂ രജിസ്ട്രേഷൻ സർവേ വിഭാഗങ്ങളുടെ സംയോജിത ഡിജിറ്റൽ പോർട്ടലിന്റെ പേരെന്താണ്? എന്റെ ഭൂമി എന്നാണ് പേര്. ഭൂമി കൈമാറ്റം, ഭൂമി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടാംപ്ലേറ്റ് സംവിധാനം, ലൊക്കേഷൻ സ്കെച്ച്, ബാധ്യതാ സർട്ടിഫിക്കറ്റ് തുടങ്ങിയ സേവനങ്ങൾ ഒറ്റ പോർട്ടലിലൂടെ ലഭ്യമാക്കും. അപ്പൊ ഭൂമി അങ്ങനെ ചെയ്തിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ മനസ്സിലാവും നമ്മളോട് ബാധ്യതാ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ലൊക്കേഷൻ സ്കെച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിന് പ്രോസസ്സിലുണ്ട്. പിന്നെ ഭൂമി കൈമാറ്റം, ഭൂമി രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ടാംപ്ലേറ്റ് സംവിധാനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒറ്റ പോർട്ടൽ വഴി നടത്താൻ പറ്റും. സംവിധാനത്തിന്റെ പേരെന്താന്നാ പറഞ്ഞേ? എന്റെ ഭൂമി എന്നാണ് സംവിധാനത്തിന്റെ പേര് പറയണേ കേട്ടോ. അടുത്തത്, ചിലിയൻ ദേശീയ കവിയായ പ്ലാബോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന നോവലിന്റെ സൃഷ്ടാവ് ആരാണ്? ആന്റോണിയോസ് കാർനെത്ത. ആന്റോണിയോസ് കാർനെത്ത. എന്താണ് ഇദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഇപ്പൊ ചോദിക്കാനുള്ള കാരണം? അതായത് തിരക്കഥാകൃത്തും സംവിധായകനൊക്കെയായ ഇദ്ദേഹം എന്താ പറയുന്നത്, 83ാം വയസ്സിൽ അടുത്തിടെ അന്തരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കാം, ചിലിയൻ ദേശീയ കവി പ്ലാബോ നെരൂദ പ്രധാന കഥാപാത്രമായ ഇൽ പോസ്റ്റിനോ എന്ന നോവലിന്റെ സൃഷ്ടാവ്. അപ്പൊ അദ്ദേഹം എന്താണ്? തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ പേര് ആന്റോണിയോസ് കാർനെത്ത. ആന്റോണിയോസ് കാർനെത്ത. ഇനി അടുത്തത്, ഡ്രാക്കുളയുടെ സൃഷ്ടാവ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഐറിഷ് എഴുത്തുകാരനാണ്, ബ്രം സ്റ്റോക്കർ ആണ്. അദ്ദേഹത്തിന്റെ ഏത് പ്രേത കഥയാണ് 134 വർഷത്തിന് ശേഷം പുസ്തക രൂപത്തിൽ എത്തിയത്? ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്.
ഈ ഇതിന്റെ സൃഷ്ടാവിന്റെ ഡ്രാക്കുളയുടെ സൃഷ്ടാവൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഏതാണ് ആ പുസ്തകത്തിന്റെ എന്താ പറയാ പ്രേതകഥയുടെ പേര്? ഗിബറ്റ് ഹിൽ എന്നാണ്. എന്താണ് ഗിബറ്റ് ഹിൽ? എന്താണ് പ്രേതകഥയുടെ പേര്? ഗിബറ്റ് ഹിൽ എന്നാണ് കേട്ടോ. അപ്പൊ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഡ്രാക്കുളയുടെ സൃഷ്ടാവായ ബ്രം സ്റ്റോക്കറുടെ ഒരു കഥ 134 വർഷത്തിന് ശേഷം പുസ്തക രൂപത്തിലെത്തി. അതാണ് ഗിബറ്റ് ഹിൽ കേട്ടോ. ഇനി അടുത്തത് ഈയിടെ അന്തരിച്ച വിമോചന ദൈവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെറുവിലെ വൈദികൻ ആരാണ്? ഒക്കെ അന്തരിച്ച ആൾക്കാരെ പറയണം അല്ലെ. ഈയിടെ അന്തരിച്ച വിമോചന ദൈവശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പെറുവിലെ വൈദികന്റെ പേരെന്താണ്? ഗുസ്താവോ ഗുട്ടിയേറസ്. ഗുസ്താവോ ഗുട്ടിയേറസ്. 1971 വിമോചന ദൈവശാസ്ത്രം തിയറി ഓഫ് ലിബറേഷൻ എന്ന പുസ്തകത്തിലൂടെ ദാരിദ്ര്യത്തിനും അനീതിക്കുമെതിരെ റോമൻ കത്തോലിക്ക സഭ പോരാടണമെന്ന് ആഹ്വാനം ചെയ്യണ്ടായി ഇദ്ദേഹം. അതുകൊണ്ട് വിമോചന ദൈവശാസ്ത്രത്തിന്റെ പിതാവ് എന്നൊക്കെ ഇദ്ദേഹത്തെ അറിയപ്പെടുന്നു കേട്ടോ. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. വളരെ കുറച്ച് ഞാൻ പോയിന്റുകള് കുറെ അധികം ഉണ്ടെങ്കിലും ചോദ്യം ഒരു 5ഓ 10ഓ ചോദ്യത്തിൽ ഒതുക്കാണ്. കാരണം ആ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് ഫാക്ട്സ് ഉണ്ടല്ലോ. ഇങ്ങനെ കുറച്ച് പഠിച്ചു പോവാൻ ഒരാഴ്ചയിലത്തെ അല്ലെങ്കിൽ നമ്മള് ഒരു 3-4 ദിവസങ്ങളൊക്കെ ഉള്ളത് അടുപ്പിച്ച് പഠിച്ചു പോവാൻ വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തില് നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സിന്റെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഒന്നുകിൽ ഡെയിലി ആയിട്ടോ അല്ലെങ്കിൽ ഒന്നരാടം ദിവസങ്ങളിലോ ഞാൻ ഈ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പൊ ക്ലാസ് ഇഷ്ടമാവണുണ്ട് വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ വരികയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.